ഹലോ എവരി വൺ. പ്രേതങ്ങളുടെ കൂട്ട് എന്ന സിനിമയിലെ കാസ്റ്റാണ് നമ്മളൊപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സുബൈർ കൊച്ചി. ഞാൻ പള്ളുരുത്തി തന്നെ താമസിക്കുന്നത്. ഞാൻ ഫ്രാങ്ക്ലിൻ ചാക്കോ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രേതങ്ങളുടെ കൂട്ടം എന്ന സിനിമയിലോട്ട് ആദ്യത്തെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ക്യാരക്ടർ ഈ സിനിമ പോകുന്നത് ഒരു സിനിമക്കുള്ളിലെ ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റോറി ആയിട്ടാണ് പോകുന്നത്. അപ്പം ആ സിനിമയിലെ ഒരു ക്യാമറാമാനായിട്ടാണ് ഞാൻ എൻ്റെ വേഷം ചെയ്തിരിക്കുന്നത്. എൻ്റെ വേഷം എന്ന് പറഞ്ഞത് ഞാനൊരു കള്ളുടിയൻ്റെ ഒരു വേഷമാണ്. ഇതിലെ ക്യാമറാമാനായിട്ട് ആക്ടറായിട്ട് വന്നതാണ്. ഞാനൊരു ആക്ടറായിട്ട് അതിനകത്തോട്ട് വരുന്നതാണ്. അപ്പോൾ മുപ്പര് പറഞ്ഞ പോലെ തന്നെ സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ. അപ്പോൾ ആ സിനിമയ്ക്കുള്ളിലെ ക്യാരക്ടർ വേഷമാണ്. ജയലാൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വേഷമാണ് ഞാൻ ചെയ്തത്. അപ്പൊ നിങ്ങള് റിയൽ ലൈഫിൽ ക്യാമറമാൻ അങ്ങനെയാണോ? ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്? സിനിമയിലേക്ക് വരുന്നത് ഞാൻ ശരിക്കും അമച്ചർ നാടകങ്ങൾ ഒത്തിരി കളിച്ചിട്ടുള്ള ഒരുപാട് അമച്ചർ നാടകങ്ങൾ ചില തിയേറ്റർ ഗ്രൂപ്പിൽ തുറമുഖ നാടകത്തിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, ഗോപൻ സാറിൻ്റെ കൂട്ടത്തിൽ. പിന്നെ നാടകങ്ങൾ കളിച്ചപ്പോൾ നമുക്ക് സ്വപ്നമാണല്ലോ, എല്ലാവരുടെയും ഒരു ആക്ടറുടെ സ്വപ്നമാണ് ശരിക്കും ഒരു വലിയ ബിഗ് സ്ക്രീനിലേക്ക് വരിക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചത് ഷോർട്ട് ഫിലിമിലൂടെയാണ്. അത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം, നന്നായിട്ട് ഒത്തിരി റീച്ച് പോയൊരു ഷോർട്ട് ഫിലിമാണ്. ലിനസ് പള്ളുരുത്തി ഡയറക്റ്റ് ചെയ്ത വൈകി ഉണർന്നവൻ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു അച്ഛൻ്റെ വേഷം ചെയ്തിരുന്നു. മീൻസ് പള്ളിയിലെ അച്ഛനല്ല, അതിൽ മെയിൻ സെൻട്രൽ ക്യാരക്ടറിൻ്റെ ആളുടെ പപ്പയായിട്ട്. അതിനുശേഷം ഇതെല്ലാം ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തേട്ടാ. പിന്നെ ഞങ്ങൾ ഒരു രണ്ടാമതൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അത് നല്ല സക്സസ് ആയിട്ട് പോയി. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നം എൻ്റെ പോലെ തന്നെ എൻ്റെ സ്വപ്നം വലിയ സ്ക്രീനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഡയറക്ടർ സാറിന് നമുക്ക് നേരത്തെ പരിചയമുള്ളതാണ്. ഞങ്ങളുടെ സുഹൃത്തു കൂടിയാണ് സുധീർ സാലി എന്ന് പറയുന്നത്. അപ്പോൾ സുധീർ സാലി ഞാനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമാണുള്ളത്, ഫ്രണ്ട്ഷിപ്പാണുള്ളത്. അപ്പോൾ ഇങ്ങനെ സിനിമയുടെ കാര്യങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യും. അതായത് ഈ ഞങ്ങളുടെ 2 ഷോർട്ട് ഫിലിമിൻ്റെ ക്യാമറാമാനും ഈ സുധീർ സാലി തന്നെയായിരുന്നു. പുള്ളി പ്രൊഫഷണലി ക്യാമറാമാനാണ്. അപ്പം സിനിമയുടെ കാര്യം ചർച്ച ചെയ്തപ്പോൾ നമുക്ക് വലിയ സിനിമകളുടെ എപ്പോഴും ചർച്ചകളാണ്. സുധീർ സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോയിൽ ചെല്ലും, ചർച്ചകൾ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഈ സുധീർ ഇപ്പം പ്രേതങ്ങളുടെ കൂട്ടത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത്, ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് ഞങ്ങളുടെ നാടകത്തിലൊക്കെ കൂടി ഉള്ള ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന നിക്സൺ സൂര്യപ്പള്ളി എന്ന്. അപ്പം അവനോട് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ജോർജിയേട്ടനോട് ഞങ്ങൾ ഈ കഥയെക്കുറിച്ച് സംസാരിച്ചു. ജോർജിയേട്ടൻ ഇത് നിർമ്മിക്കാമെന്ന് ഏറ്റെടുത്തു. സന്തോഷമായി. അങ്ങനെയാണ് ഞാൻ പ്രേതങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു പ്രേതമായിട്ട് കൂടിയത്. എൻ്റെതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നാട്ടുകാരനാണ്, പള്ളുരുത്തിക്കാരനാണ് അദ്ദേഹം. ജയിലിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥയായിരുന്നു മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സിനിമ. അതിന് ആ മട്ടാഞ്ചേരിയിൽ ഒരു കള്ളുടിയൻ്റെ ഒരു വേഷമാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് മുഖം കാണിക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ തോപ്പുംപടി ഭാഗത്തായിട്ട് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു ഓഡീഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഓഡീഷനിൽ ഞാൻ പങ്കെടുക്കുകയും ഈ മയ്യോ എന്ന് പറഞ്ഞ സിനിമയിൽ ഓഡീഷൻ പങ്കെടുത്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഓഡീഷൻ സെലക്ട് ആയിട്ടുണ്ട്, ലാസർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്ന്. അങ്ങനെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഈ മയ്യോ എന്ന് പറഞ്ഞ സിനിമയിൽ ലാസർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ക്യാരക്ടറിന് ശേഷം പിന്നെ ഒരു ക്യാരക്ടർ വേഷം ചെയ്യണത് പ്രേതങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ജയലാൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പക്ഷെ അങ്ങനെയും ഞാൻ 5 സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറയുക, മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സിനിമയിൽ ക്യാരക്ടർ വേഷമല്ല, ഒരു ക്യാരക്ടർ ചെയ്തെന്ന് മാത്രമേ, പേരില്ല. പിന്നെ അത് കഴിഞ്ഞൊരു കുമ്പാരിസ് ചെയ്തു, അതിനും പേരില്ല, നായകൻ്റെ അപ്പൻ്റെ വേഷം ഇടുന്നത് ചെയ്തതെന്ന് വെച്ചാൽ പത്രോസിൻ്റെ പടപ്പുകൾ, ഒരു നാട്ടുകാരനായിട്ടുള്ള വേഷവും. 2 സിനിമകളാണ് ഇങ്ങനെയുള്ള ക്യാരക്ടർ വേഷം ചെയ്തേക്കുന്നത്. ലാസർ എന്ന് പറഞ്ഞ ക്യാരക്ടറും പിന്നെ ജയലാൽ എന്ന് പറഞ്ഞ ക്യാരക്ടറും. ഭയങ്കര വ്യത്യാസം തോന്നുന്നുണ്ടോ 2 ക്യാരക്ടറിലും? ഒരു മുഴുനീള വേഷമായിട്ടാണ് വയ്ക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് കൂടുതലും ആ സിനിമയിൽ ഒരു രാത്രിയുള്ള സംഭവമാണ്, തുടക്കം മുതൽ അവസാനം ഒരു രാത്രി. പക്ഷെ ഇതിനകത്ത് പകലാണ്. അതുകൊണ്ട് അതൊരു വ്യത്യാസമുണ്ട്. എന്നെ തിരിച്ചറിയുന്നുള്ള കാര്യം ഉറപ്പാണ് സിനിമ കാണുന്നവർ. ക്യാരക്ടർ ഞാനതിൽ ഇതിൻ്റെ ക്യാമറാമാനായിട്ടാണല്ലോ എൻ്റെ വേഷം. ഫ്രാങ്ക്ലിൻ എന്ന് തന്നെയാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേരും, ഫ്രാങ്ക്ലിൻ എന്ന് തന്നെയാണ്. അപ്പം ഇതിൽ ഞാൻ ഈ ഡയറക്റ്റ് എടുക്കുന്ന ഷോർട്ട് ഫിലിമിൻ്റെ ക്യാമറാമാനായിട്ടാണ്. കാരണം എൻ്റെ ക്യാമറയിലൂടെയാണ് ഈ ഓഡിയൻ സിനിമ കാണുന്നത്.
അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു പ്രമേയം തന്നെയാണിത്. കാരണം വെച്ചാൽ ഇതുവരെ നമ്മുടെ മലയാള സിനിമയിൽ വലിപ്പം പറയുന്നതല്ല, പക്ഷെ വളരെ നല്ലൊരു പ്രമേയമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക എന്നുള്ള, കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത് പടം പോകുന്നത്. അപ്പോൾ അതിലെ ക്യാരക്ടർ ക്യാമറാമാനായിട്ടാണ് എൻ്റെ ക്യാരക്ടർ പോകുന്നത്.